ടീച്ചറെ. ആരുടെ അമ്മയാ? ഞാൻ അലൻ്റെ അമ്മയാണ് ടീച്ചറെ. അമ്മ ഇരിക്കുന്ന ടീച്ചറെ. എങ്ങനെയുണ്ട് ടീച്ചറെ അവൻ ക്ലാസ്സിൽ? ക്ലാസ്സിലത്തെ കാര്യം ഒന്നും പറയണ്ട, ഒരു നിമിഷം അടങ്ങിയിരിക്കത്തില്ല. എൻ്റെ ടീച്ചറെ, അവൻ വീട്ടിൽ വന്നാലും അത് തന്നെ, ഒരു നിമിഷം അവൻ അടങ്ങിയിരിക്കത്തില്ല. പഠിക്കാൻ പറഞ്ഞാൽ എല്ലാം പഠിച്ചു 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 എന്ന് മാത്രം പറയും. ഒരു മിനിറ്റ് അവൻ അടങ്ങിയിരിക്കത്തില്ല. ആ കിടക്കുന്ന സമയം ഉണ്ടെന്ന് അടങ്ങി കിടക്കുന്നത്. അവനപ്പം വീട്ടിൽ വന്നാൽ ഒന്നും ഇരുന്ന് പഠിക്കത്തില്ല? വീട്ടിലിരുന്നൊന്നും പഠിക്കത്തില്ല ടീച്ചറെ. പഠിക്കാൻ പറയുമ്പോൾ പറയും ക്ലാസ്സിലിരുന്ന് എല്ലാം പഠിച്ചു, എല്ലാം കംപ്ലീറ്റ് ആണെന്നാണ് പറയുന്നത്. ക്ലാസ്സിലിരുന്നൊന്നും പഠിക്കത്തില്ല. ഇച്ചിരി ടൈം കിട്ടിയ ഉടനെ ബഹളം അവന്. മാർക്കൊക്കെ എങ്ങനെയുണ്ട് ടീച്ചറെ? മാർക്കൊന്നും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല. PTA മീറ്റിങ്ങിന് ചെല്ലുമ്പം ടീച്ചർ പറയുമെന്നാണ് പറഞ്ഞത്. മാർക്കൊന്നും കുഴപ്പമില്ല, നോക്കി എഴുതിയതാണോ എന്ന് അറിയത്തില്ല. ടീച്ചറെ, ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ അവന് മാർക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഇത്രയും മാർക്ക് തന്നെ അവൻ അത്രയും ബഹളം വെച്ചിട്ട് മേടിച്ചപ്പോൾ അപ്പോൾ അവന് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാമെങ്കിൽ അവന് നല്ല മാർക്ക് മേടിക്കരുതോ? അതിന് ഞാൻ വീട്ടിലും കൂടെ ശ്രദ്ധിച്ചോളാം മിസ്സേ. ശരി മിസ്സേ. ശരി, ഓക്കെ മിസ്സേ. താങ്ക് യു മിസ്സേ. ഞാൻ മെൽവിൻ്റെ അമ്മയാണ് ടീച്ചറെ. ടീച്ചറെ. മെൽവിൻ്റെ അമ്മ ഇരിക്കെ. എങ്ങനെ മാർക്കൊക്കെ അവൻ വീട്ടിൽ വന്ന് പറഞ്ഞല്ലോ? വീട്ടിൽ വന്ന് അവൻ മാർക്കൊക്കെ പറഞ്ഞു ടീച്ചറെ. രണ്ട് വിഷയത്തിന് തോറ്റെന്ന് അവൻ പറഞ്ഞായിരുന്നു. എന്നോട് വീട്ടിൽ വന്ന് മാർക്കൊക്കെ പറഞ്ഞു. പേപ്പർ PTA മീറ്റിങ്ങിന് വരുമ്പോഴേ ടീച്ചർ തരത്തുള്ളൂ പറഞ്ഞായിരുന്നു. അതിനേക്കാളും മാർക്ക് കുറവായി ടീച്ചറെ. മാർക്ക് കുറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അവന് പനിയായിട്ടൊക്കെ കിടക്കുമല്ലായിരുന്നു. പനിയായിരുന്നു, അതുപോലെ തലവേദനയും ചെവിക്ക് വേദനയും ഒക്കെ ആയിട്ട് പിന്നെ 2 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയതുകൊണ്ട് അവന് പഠിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അവൻ പരീക്ഷ എഴുതുന്നില്ലെന്ന് പറഞ്ഞ് കിടന്ന് കരയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മോൻ പോയി പരീക്ഷ എഴുതുക, മാർക്ക് എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ കിട്ടട്ടെ, പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞു. അവൻ അങ്ങനെ വന്ന് പരീക്ഷ എഴുതിയായിരുന്നു മിസ് ടീച്ചറെ. ഞാൻ ടീച്ചറിനോട് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു അവന് പനിയൊക്കെ ആണെന്ന്. ഇനി ശ്രദ്ധിച്ചോളൂ ടീച്ചറെ. ശരി ടീച്ചറെ. ഒന്നുകൂടെ വീട്ടിൽ ശ്രദ്ധിച്ചോണേ. ടീച്ചറെ. ശരി ടീച്ചറെ. താങ്ക് യു ടീച്ചർ. ആഫ്റ്റർനൂൺ മിസ്സേ. ഞാൻ ജോയലിൻ്റെ അമ്മയാണ് മിസ്സേ. ജോയലിൻ്റെ അമ്മ ഇരുന്നാട്ടെ. ജോയലിൻ്റെ അമ്മയെ ഞാൻ കാണാൻ തന്നെ ഇരിക്കുമായിരുന്നു. എന്താ ഇത്? ജോയൽ വല്ലതും വീട്ടിൽ വന്ന് പറയുന്നുണ്ടോ? മിക്ക ദിവസം ക്ലാസ്സിൽ എണ്ണിച്ച് നിർത്തും അവനെ. പറഞ്ഞു വിടുന്ന ഒരു കാര്യവും ചെയ്തുകൊണ്ട് വരത്തില്ല. വീട്ടിൽ വന്നാലും ഒരു വക പഠിക്കത്തില്ല മിസ്സേ. മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ എങ്ങനെ മാർക്ക് കിട്ടാനാ? നീ വീട്ടിൽ വാ. അപ്പോൾ അവൻ ഈ വീട്ടിൽ വന്നിരുന്ന് ഒരു വക പഠിക്കത്തില്ലെന്ന് സാരം. മിസ്സേ, മൊബൈലിനകത്ത് ഗെയിം കളിയാണ്. ഇവിടുന്ന് കുറേ പേരുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും എടുത്ത് വെച്ചുകൊണ്ട് മൊബൈലിലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. പറയുന്നുണ്ടേ പറയും സൈലന്റ് ക്ലാസ് കാണുക, ട്യൂഷൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുക, നോട്ട് അയച്ചു തന്നിട്ടുണ്ട്, അത് എഴുതണമെന്നിങ്ങനെ പറച്ചില്ല. ഗെയിം കളിയാണ് 24 മണിക്കൂറും. ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിലും ഗെയിം കളിയാണ്. പിന്നെ എങ്ങനെ പഠിച്ചത് ഓർമ്മയിലിരിക്കുന്നത്? പിന്നെ ഈ മൊബൈൽ കൊടുക്കുന്നേ. നീ വീട്ടിലോട്ട് വാ. ഇവനെ എന്തുവാ ചെയ്യേണ്ടത്? ഞാൻ അവൻ്റെ പപ്പായുടെ നമ്പർ തരാം. മിസ്സ് അവൻ്റെ പപ്പായോട് ഒന്ന് സംസാരിക്കാം, എന്നാലേ ശരിയാകത്തുള്ളൂ. ഒരു പേടിയെന്ന് പറയുന്നില്ല, അതുപോലെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോകും, എന്നാലേ ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഈ മാർക്ക് മേടിച്ചുകൊണ്ട് 10ൽ എങ്ങനെ ജയിക്കും? അവൻ്റെ പപ്പായുടെ നമ്പർ ഇതാ. മിസ്സേ, ഞാൻ നമ്പർ തരാം. അതുപോലെ ഇനിയിപ്പം മൊബൈലെല്ലാം അങ്ങ് മാറ്റി വെച്ചേക്കാം. എന്നാൽ ശരി മിസ്സേ. ശരി. ഈ മാർക്കും കൊണ്ടൊന്നും 10ാം ക്ലാസ് ഒന്നും പാസ്സാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിസ്സേ, ഞാൻ ശ്രദ്ധിച്ചോളാം മിസ്സേ. ശരി മിസ്സേ. അയ്യോ മിസ്സേ, ഞാൻ അന്മേരിയുടെ അമ്മയാണേ. ഞാൻ ഓഫീസിൽ നിന്ന് എളുപ്പം ഇച്ചിരി നേരത്തേക്ക് ചോദിച്ചിട്ട് ഇറങ്ങിയതാണ് മിസ്സേ. അപ്പോൾ അവിടെ പ്രോഗ്രസ് കാർഡൊക്കെ ഒന്ന് തന്നിരുന്നെങ്കിൽ എളുപ്പം സൈൻ ചെയ്തിട്ട് അങ്ങ് പോകാമായിരുന്നു. എങ്ങനെയുണ്ട് മിസ്സേ അവൾ ക്ലാസ്സിലെ? കുഴപ്പമൊന്നുമില്ല, മിടുക്കി കുട്ടിയാണ്. അവൾ വീട്ടിലും പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിൽ വന്നിരുന്ന് നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മാർക്കൊന്നും കുഴപ്പമില്ലല്ലോ മിസ്സേ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുമോ? മറ്റുള്ള പിള്ളേരുമായിട്ട് ബഹളമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? അവളെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ആരും ശല്യമൊന്നും ചെയ്യത്തില്ല. ട്യൂഷനൊക്കെ ഉണ്ട്. ട്യൂഷനൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അവൾ വന്നു. ആ കാര്യത്തിലൊക്കെ അവൾ പെർഫെക്റ്റ്. അത് കാര്യങ്ങളെല്ലാം പോവുകയും ഹോംവർക്ക് കൊടുത്തു വിടുന്ന എല്ലാം അവൾ എന്നെ കാണിക്കും, ചെയ്യുന്നതെല്ലാം. ശരി മിസ്സേ. ഓക്കെ മിസ്സേ. താങ്ക് യു മിസ്സേ.